ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കൃഷിക്കും പാർപ്പിടത്തിനും കരുത്തേകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 50 കോടിയിലധികം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനുമാണ് എടുത്തു പറയാവുന്ന പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു ബജറ്റ് അവതരിപ്പിച്ചു. പദ്ധതിക്കായി 16 കോടി 50 ലക്ഷം രൂപയും വനിതാ ക്ഷേമ പരിപാടികൾക്കായി 45 ലക്ഷം രൂപയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപയും ബജറ്റിൽ മാറ്റിവെക്കുന്നു. ഭവന നിർമ്മാണം. എല്ലാ ഭവനരഹിതർക്കും മാന്യവും വാസയോഗ്യവുമായി ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഭവന നിർമ്മാണ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് നിരന്തരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തേക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, PMAY പദ്ധതി എന്നിവയ്ക്കായി വികസന ഫണ്ട്, കേന്ദ്ര വിഹിതം, ജില്ലാ ഗ്രാമപഞ്ചായത്ത് വിഹിതം എന്നിവയിൽ ഉൾപ്പെടുത്തി 5 കോടി 99 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നു ആകുമെന്ന് കരുതുകയാണ്. പട്ടികജാതി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളില്ലാത്ത അംഗൻവാടികൾക്കായി കെട്ടിടം നിർമ്മിക്കുന്നതിനും ശുചിത്വം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മണ്ണ്, ജലസംരക്ഷണം എന്നിവയ്ക്കായും നിരവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കുതിപ്പിന് വഴി തുറക്കുകയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക ബജറ്റ്. ആകെ 50 കോടി 26,65,697 രൂപ വരവും 49 കോടി 46,97,848 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 79 ലക്ഷം രൂപ മിച്ചം കണക്കാക്കുന്നു. ഏറ്റവും വലിയ തുക വകയിരുത്തിയിരിക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ്. ആറ്റൂർ കാർഷിക വിപണന സംഭരണ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി മാത്രം 20 കോടി രൂപ നീക്കിവെച്ചു. നെൽകൃഷിക്ക് 40 ലക്ഷവും ക്ഷീരവികസനത്തിന് 10 ലക്ഷവും ഉൾപ്പെടെ കൃഷിക്ക് മൊത്തം 20.50 കോടി രൂപയാണ് വകയിരുത്തിയത്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭവന നിർമ്മാണത്തിന് 5.99 കോടി രൂപയും VB ഗ്രാംജി പദ്ധതിക്കായി 16.50 കോടി രൂപയും മാറ്റിവെച്ചു. പട്ടികജാതി ക്ഷേമത്തിന് 70 ലക്ഷവും വനിതാ ക്ഷേമത്തിന് 50 ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 32 ലക്ഷം രൂപയും വയോജനങ്ങളുടെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും ക്ഷേമത്തിനായി 44 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. റോഡ് വികസനത്തിന് 70 ലക്ഷവും തെരുവ് വിളക്കുകൾക്കായി 25 ലക്ഷവും വകയിരുത്തി. പ്രകൃതി സംരക്ഷണം, കുടിവെള്ളം, മാലിന്യ പരിപാലനം എന്നിവയ്ക്കായി 1 കോടിയിലധികം രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് KA, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ TV സുനിൽകുമാർ, ലതാ മോഹനൻ, O ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ PI ഷാനവാസ്, K പ്രേമൻ, സുധാദേവി P, TC രാമകൃഷ്ണൻ, PM സജി, സ്വപ്ന, സിജി ജോൺ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.